Dear students, today discuss about the professionalism in communication. What are the different types of communication? How to present? What are the skills oriented for the presenting a topic to their clients and co-workers? So, first we'll talk about the professionalism in communication. As a profession, ഒരു കമ്പനിയിൽ അവരുടെ ക്ലയൻസിനോ അല്ലെങ്കിൽ കോവർക്കേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പ്രൊഫഷണൽ ലെവലിലായിരിക്കണം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. പേഴ്സണലി നമുക്ക് അതായത് ഒരു ഫാമിലിയിൽ ഫ്രണ്ട്സിൽ നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. ബട്ട് ഒരു ഓർഗനൈസേഷനിൽ സംസാരിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ചിലപ്പോൾ ഇച്ചിരി പേടിയോട് കൂടി അല്ലെങ്കിൽ നമ്മൾ ഹൗ ടു പ്രസൻറ്റ് അങ്ങനെയുള്ള ചെറിയൊരു ടെൻഷനോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടാവുക. അത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്ത് അങ്ങനെ ആസ് എ പ്രൊഫഷൻ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ റിട്ടേൺ ആയിരിക്കാം, ഏത് റിട്ടേൺ ഓവറൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആക്കാം. എനിവേ നമ്മളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, വാട്ട് ആർ ദ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ്, അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി 3 types ആണ്. ഫസ്റ്റ് വൺ ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ, written communication, and finally digital communication. The verbal communication നമുക്കറിയാം ഓറൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. The effective professional verbal communication includes the ability to speak fluently and to communicate in a manner appropriate for the occasion. ഫ്രീക്വൻ്റ്ലി ആയിട്ട് നമ്മൾ സംസാരിക്കും, എന്നാൽ അങ്ങനെ സ്പീഡിലല്ല, എന്നാൽ കറക്റ്റായിട്ട് അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ആസ് എ ലിസൺ അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും ഇതെന്താണ് പറയുന്നത്, അത് കേൾക്കാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടായിരിക്കും. An essential component of the effective verbal communication is the ability to listen to the comments from the others and to observe their reactions. നമ്മൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കരുത് ഒരിക്കലും വെർബലിൽ. കാരണം ഇപ്പോൾ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാവുക, അപ്പോൾ അതിൻ്റെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ്സ് എന്താണ് നമുക്ക് ആ ഒരു ഡിസ്കഷൻ മോഡിൽ അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഒരിക്കലും വൺ വേ ആവരുത്, 2 വേ ആയിട്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. The verbal communicating is a categorized into interpersonal communication and public speaking. Interpersonal നമുക്കറിയാം അല്ലേ, പല ഒന്നോ രണ്ടോ കൂടുതൽ വ്യക്തികളായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻ്റർപേഴ്സണൽ. ഇനി പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും, കുറച്ചും കൂടി ഫോമൽ ആയിട്ടായിരിക്കും നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ അവർ എലക്ഷൻ ടൈം ആകുമ്പോൾ അത്രയും ക്രൗഡിൻ്റെ മുമ്പിലായിരിക്കും അവരവിടെ സ്പീക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് എ പബ്ലിക് സ്പീക്കിംഗ്. ഇതേപോലെ ഒരു കമ്പനിയിൽ കുറച്ച് കമ്പനികളിലെ റെപ്രസെൻറ്റേറ്റീവ്സ് വരുമ്പോൾ അവരുടെ മുന്നിൽ നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗ് ആണ് നടത്തുന്നത്. അതായത് കുറച്ചും കൂടി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. ഇതാണ് വെർബലിൻ്റെ ഒരു വേറൊരു ഫോം എന്ന് പറയുന്നത്. സോ ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഓറലായിട്ട് സ്പീക്ക് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരിക്കലും വൺ വേ ആവരുത്. അവരെന്ത് പറയുന്നു, അതായത് നമ്മൾ ഓഡിയൻസ് എന്ത് പറയുന്നു അതും കൂടി നമ്മൾ ലിസൺ ചെയ്യണം. അതിൻ്റെ വേറൊരു ഫോർമാറ്റും കൂടിയാണ് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിങ്ങിൽ കുറച്ചും കൂടി ക്രൗഡായിരിക്കും, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. What are the factors of the effective verbal communication skills? എങ്ങനെ നമുക്കത് എഫക്റ്റീവായിട്ട് ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷനെ എങ്ങനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എങ്ങനെ പോളിഷ് ചെയ്തെടുക്കാം എന്നാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്ന നോക്കാം. ഫസ്റ്റ് വൺ, ദ വൈഡ് റീഡിങ്. നമുക്കറിയാം പല പൊളിറ്റീഷ്യൻസും ഭയങ്കര ഡീപ്പായിട്ട് അത്രയും ലോജിക്കലി അല്ലെങ്കിൽ അത്രയും കണ്ടൻറ് വൈസ് ആയിട്ടാണ് അവരിപ്പോഴും സ്പീക്ക് ചെയ്യാറ്. ഇതേപോലെ നമുക്കും ഒരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ മോഡിൽ വരുമ്പോൾ നമുക്ക് നല്ലപോലെ വായിക്കാനുള്ള എബിലിറ്റി വേണം. നമ്മുടെ വൊക്കാബുലറി നമ്മളത് ത്രൂ ദ റീഡിംഗ് ആണ് നമ്മുടെ ആ ഒരു വൊക്കാബുലറി, അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ വൈഡ് റീഡിങ്. സെക്കൻഡ് വൺ, ദ പ്രിപ്പറേഷൻസ്. നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം പറയാമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ, അയ്യോ എന്ത് പറയണം, വിത്തൗട്ട് പ്രിപ്പറേഷനാണ് നമ്മൾ പറയുന്നുണ്ടാവുക, നല്ലൊരു പേടി ഉണ്ടായിരിക്കും. ബട്ട് നമ്മളൊരു മുന്നേ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡർ കിട്ടും, എന്തൊക്കെ പറയണം, ഒരു ഐഡിയാസ് തന്നെ
നമുക്ക് കിട്ടും. സോ പ്രിപ്പറേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ലിസൺ കെയർഫുള്ളി. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരിക്കലും വൺ വേ ആവരുത്, ടു വേ ആയിരിക്കണം. മറ്റുള്ളവരെന്തു പറയുന്നു അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ അവരെ കമൻസും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിരിക്കുള്ളൂ. സോ ലിസൺ കെയർഫുള്ളി. നെക്സ്റ്റ് വൺ, ദ ബോഡി ലാംഗ്വേജ്. ഫോർ ദ ക്ലിയർ, accurate and the thoughtful communication, one should make sure that his words, tone, gesture, facial expressions and body language go with the conversation. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇത് പ്രൊഫഷണൽ ലെവലിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൊക്കാബുലറീസ്, ടോൺ, ദെൻ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ ടോട്ടലി കേൾക്കുന്ന ഓഡിയൻസ് നമ്മളെ നല്ലപോലെ നോക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് ത്രൂ ഔട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, തിങ്ക് ഇൻ ദ ടേംസ് ഓഫ് ലിസൺ perspective. The good communicators always think about the listener's perspective while the communicating and the planned response accordingly. നേരത്തെ പറഞ്ഞ ഒരു സെയിം പോയിന്റ്, അതായത് ടു വേ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ലിസൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടൻറ്റ് എത്രത്തോളം അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി എന്ന് അറിയണമെങ്കിൽ അവരുടെ കിട്ടുന്ന റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഹൗ ടു, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം, അതടക്കം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാലാണ് അത് ലിസണേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. ആ ഒരു നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ വെൽ പ്രിപ്പയർഡൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ചിലവർക്കുണ്ട് കേട്ടോ, അതായത് എത്ര പ്രിപ്പറേഷൻ നടത്തിയാലും ആ ഓഡിയൻസിന് മുന്നിൽ കാണാൻ അല്ലെങ്കിൽ ആ ക്രൗഡ് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ കോൺഫിഡൻസ് പോകും. സോ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓഡിയൻസ് അത് നല്ലപോലെ നമ്മളൊരു സ്ട്രെങ്ത്ത് നമ്മൾ തന്നെ പേഴ്സണലി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് മാക്സിമം ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഡെവലപ്പ് സ്കിൽ. എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ കണ്ടിന്യൂസ്ലി വർക്ക് ഹാർഡ് on the developing the communication skills. ഒന്നോ രണ്ടോ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ നമ്മൾ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ ടെൻഷൻസും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫാക്ടേഴ്സും നല്ല എഫക്റ്റീവിലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അതിനെ എപ്പോഴും ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം, അതായത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഈ ആസ് എ പ്രൊഫഷൻ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എന്തൊക്കെ സ്കില്ലുകളാണ്, എന്തൊക്കെ പോസ്റ്റേഴ്സാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ദ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ സ്കിൽ. ഫസ്റ്റ് വൺ, ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. വെർബൽ എന്താണ്? വെർബലായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. Successful presentation requires the verbal communication requires skills that have helped the audience to understand the presentation. നമ്മൾ എപ്പോഴും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ലോജിക്കോട് കൂടി അത്രയും കോമ്പറ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടത്. നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ പറയുന്ന ഓരോ തോട്ട്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ആയിക്കോട്ടെ, അതിലെല്ലാം നമ്മുടെ വൊക്കാബുലറി മാക്സിമം എൻകറേജ് ചെയ്യാനായിട്ട് നോക്കണം, ഗ്രാമാറ്റിക്കലായിട്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു റീഡിങ് ഹാബിറ്റ്, അതായത് വൈഡ് നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സെക്കൻഡ്, ദ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നോൺ വെർബൽ കൂടുതൽ എന്താണ്, ഓറൽ അല്ല, കൂടുതൽ എക്സ്പ്രഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കാം, ഐ കോണ്ടാക്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം അതിനെ ഓഡിയൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മുടെ ഐ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗെസ്റ്റേഴ്സ്, ഇതുമായിരിക്കാം. ഓക്കെ, അതിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, വെർബലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്പീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ഗെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ കൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ആൻഡ് ലാസ്റ്റ് വൺ, ദ കണ്ടൻറ്റ്.
The ability to deliver the content that is logically organized and the follows logically is also an important component of oral communication. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻറ്റ് അത് റെലവൻ്റ് ആയിരിക്കണം, അതിനൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. അതായത് അവർ ലോജിക്കലി തന്നെ നമുക്കത് പറയുമ്പോഴാണ് അത് ഓഡിയൻസിന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ട് ദ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ സ്കിൽ. ഫസ്റ്റ് വൺ, the verbal communication skill and content. Next, the organization of the presentations. എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ ആയിട്ട് അറേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഏത് ഓർഡർ പ്രകാരമായിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ. നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട്, ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു നല്ലൊരു സ്റ്റോറി ടെല്ലറൊക്കെ ഒരു ജസ്റ്റ് ഒരു ഹിൻറ്റ് തന്നിട്ടായിരിക്കും ആ സ്റ്റോറിയിലേക്ക് കിടക്കുന്നുണ്ടാവുക. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു നല്ല എല്ലാവർക്കും മനസ്സിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അറ്റൻഷൻ, ഓഡിയൻസിൻ്റെ ആ അറ്റൻഷൻ ത്രൂ ഔട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബോഡി. നമ്മൾ പറയുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടൻറ്റ് തന്നെയാണ്. അത് എങ്ങനെ നമ്മൾ കൺവേ ചെയ്യുന്നു, മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനെ നമ്മുടെ മെയിൻ കണ്ടൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെൻ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോഴാണ് ഒരു ബോഡി ഫുള്ളായിട്ട് നമുക്ക് ആ ബോഡി കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ്, ദ സമ്മറി. എപ്പോഴറിയാം നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്ക് കഴിയുമ്പോൾ ഫൈനലി നമ്മളതിനെ കൺക്ലൂഡ് ചെയ്യും. അതായത് സമ്മറി, ഒരു ബ്രീഫ് ഫോർമാറ്റ്. നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മീറ്റിങ്ങിൽ എന്ത് സംസാരിച്ചു അതിൻ്റെ ഒരു സമ്മറി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ്, ദ വിഷ്വൽ എയ്ഡ്സ്. നമ്മുടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് അല്ലെങ്കിൽ PPT അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷ്വൽ എയ്ഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഡിയൻസിന് അതൊരു കളർഫുള്ളായിരിക്കും. ഓക്കെ, അതായത് സാധാരണഗതിയിൽ നിന്നും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയി അല്ലെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഓർഗനൈസ് ചെയ്യുന്ന മീറ്റിംഗ്സുകളൊക്കെ നല്ല പവർഫുള്ളായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ദെൻ ബോഡി, സമ്മറി ആൻഡ് ലാസ്റ്റ് വൺ ദ വിഷ്വൽ എയ്ഡ്സ്. ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ, ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, വാട്ട് ആർ ദ ടെക്നിക്സ്? എന്തൊക്കെ ടെക്നിക്സാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത്? ഗ്യാതറിങ് ഇൻഫോർമേഷൻ. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക ത്രൂ ദ റീഡിങ്സ്. നെക്സ്റ്റ്, ദ റൈറ്റ് ഡൗൺ മെയിൻ ഐഡിയാസ്. നമ്മളിപ്പോൾ ഒരാൾ ചിലപ്പോൾ നമ്മൾ വേറൊരാളുടെ ടോക്ക് അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന മെയിൻ ഐഡിയാസ് അല്ലെങ്കിൽ മെയിൻ പോയിൻറ്റ്സ് നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. ആ നോട്ട് ചെയ്തിട്ടുള്ള ആ പോയിൻറ്റ്സ് നമുക്ക് ഏതെങ്കിലും ടൈമിൽ അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ റൈറ്റ് ഡൗൺ ദ മെയിൻ ഐഡിയാസ്. ഡെവലപ്പ് ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഇൻട്രൊഡക്ഷനാണ് എപ്പോഴും ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതുപോലെ തന്നെ കൺക്ലൂഷനും സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ എൻഡിങ്ങും നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആസ് എ ലിസണർ അല്ലെങ്കിൽ ഓഡിയൻസ് അതവർക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ദ പ്രാക്ടീസ് സ്പീച്ച്. നമ്മളെപ്പോഴും പറയും, ഒരു ക്ലാസ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ഒന്ന് സെൽഫായിട്ട് ഒന്ന് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ മിററിൻ്റെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ മുന്നിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെയിനിങ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രയൽ പോലെ നമുക്ക് നടത്താനായിട്ട് പറ്റും. സോ ബിഫോർ പ്രസൻറ്റിങ് you should practice a speech. Next, the delivery style. നമുക്കറിയാം ഓരോ വ്യക്തികളും ഓരോ സ്കില്ലുകളുണ്ട് അല്ലേ, പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ അവരുടെ ഒരു വോയിസിലായിരിക്കാം, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സ്ലാങ് ആയിരിക്കാം. അപ്പോൾ ഒരു ഡെലിവറി സ്റ്റൈൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ല ഒരു അപ്രിസിയേഷൻ കിട്ടാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ആൻഡ് ദ യൂസ് ഓഫ് ദ പോഡിയം. നമുക്ക് ഇത് നമ്മളെങ്ങനെ ഫോമലായിട്ടാണോ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ആസ് എ ഫ്രണ്ട്ലി ആയിട്ടാണോ,
അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മൈക്രോഫോൺസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ആ ഒരു സ്പീക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൈക്ക്, അതായത് നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ പ്രസൻറ്റ്, അതായത് നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് യൂസ് ഓഫ് ബോഡിയാണ്. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് ഡെലിവറി. എപ്പോഴും ഒരു 15 to 30 മിനിറ്റ്സ്. നമുക്കറിയാം ഒരു അറ്റൻഷൻ ടൈം വളരെ കുറവാണ്. അരമണിക്കൂറാണ് ഏറ്റവും മാക്സിമം. അതിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രസൻറ്റേഷനും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കണം. നെക്സ്റ്റ്, ദ ഐ കോണ്ടാക്റ്റ്. എപ്പോഴും ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. ചിലരൊക്കെ സംസാരിക്കുമ്പോൾ മുകളിലോട്ട് നോക്കിയിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ താഴോട്ട് നോക്കിയിട്ടായിരിക്കും. കാരണം അത് കോൺഫിഡൻസ് കുറവിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ എപ്പോഴും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യണമെങ്കിൽ അവരുടെ ഫേസിനോട് ചേർന്നിട്ട് വേണം, അല്ലെങ്കിൽ അവരെ നോക്കി വേണം എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, വോയിസ്. വളരെ പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കേൾക്കില്ല. എന്നാൽ വളരെ ലൗഡായിട്ട് സംസാരിക്കുകയാണെങ്കിലോ, എപ്പോഴും വോയിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് സ്പീക്ക് ക്ലാമിലി. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലാമിലി ലെവൽ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സ്പീഡ്, എന്നാൽ അധികം സ്പീഡാവരുത്, എന്നാൽ ഒരു മോഡറേറ്റ് ലെവൽ വേണം നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ. നെക്സ്റ്റ്, ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ. അറിയാം, ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്സ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിനനുസരിച്ചുള്ള ആൻസേഴ്സ്. അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീറ്റിങ്സ് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എസ് എ പ്രൊഫഷൻ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്? ഒന്ന് സ്റ്റാൻഡിങ് പോസ്റ്റർ, അതായത് നമ്മൾ എങ്ങനെ നിൽക്കുന്നു ആ ഒരു പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ സെൻട്രലൈസ് ചെയ്യാം. അതായത് വലിയൊരു ക്രൗഡാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് നമുക്ക് വേണമെങ്കിൽ സെൻട്രലൈസ് ചെയ്യാം. ഇനി അതല്ല കുറച്ച് ആൾക്കാർ, അതെങ്ങനെ അത് ഓഡിയൻസിനെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സ്റ്റാൻഡിങ് പോസ്റ്റേഴ്സ്. നമ്മുടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോഡിയുടെ നിൽപ്പ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹാൻഡ്സ്. എപ്പോഴും നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ബാക്കിൽ കൈ കെട്ടി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു അർത്ഥമില്ല അല്ലേ? ആസ് എ പ്രൊഫഷൻ നമ്മൾ കൈൻ്റെ മൂവ്മെൻറ്റ്സ് വളരെയധികം ശ്രദ്ധിക്കണം. ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ. എങ്ങനെയാണ് ബാസ്കറ്റ് ബോൾ? നമ്മൾ ബാസ്കറ്റ് ബോളിൻ്റെ ആ ഒരു രീതിയിലാണ് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഹാൻഡ് മൂവ്മെൻറ്റ്സ് അത് തന്നെയാണ് ഈ പറയുന്നത്. ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ. പ്ലാം അപ്പ് ആൻഡ് പ്ലാം ഡൗൺസ്. നമ്മുടെ ഗെസ്റ്റേഴ്സ് എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റോടെ രീതിയിലായിരിക്കണം നമ്മുടെ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വിഷ്വൽ ലൈറ്റ്സും ഒക്കെ. അപ്പോൾ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണെങ്കിൽ അവരുടെ ഒരു ഫിഗേഴ്സ്, അതായത് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഗെസ്റ്റേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. അതാണ് ഈ പ്ലംസ് അപ്പ് ആൻഡ് പ്ലംസ് ഡൗൺ. അടുത്തത് സ്റ്റീപ്പിൾ ദ ഹാൻഡ്സ്. എപ്പോഴും ചില സ്പീക്കേഴ്സ് സ്റ്റീപ്പിൾ ദെയർ ഹാൻഡ്സ് ആണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. അതായത് 5 ഫിഗേഴ്സും അവർ യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഒരൊറ്റ ഇതിൽ. ഇതവർ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന ഈ ഹാൻഡ്സ് മുതലുള്ള പോയിൻറ്റ്സുകളെല്ലാം നമ്മുടെ ഈ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കൈ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യിക്കേണ്ടത്, എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ദ ചേഞ്ച് ദ പൊസിഷൻ ഫ്രീക്വൻ്റ്ലി. ചില വ്യക്തികൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സ്പീഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ചിലർ പതുക്കെ ആയിരിക്കും അവർ ആ ഒരു പൊസിഷൻ, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നും ബാക്കോട്ട് അല്ലെങ്കിൽ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ. അത് ഓരോരുത്തരുടെ ഇതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം. ഇപ്പോൾ നമ്മൾ സ്റ്റേജിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്രൗഡിൻ്റെ മുന്നിലാണ് സംസാരിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വേണം, അതായത് നമ്മുടെ ആ ഒരു പൊസിഷൻ എപ്പോഴും ബാലൻസ് ചെയ്ത് വേണം പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ഇത്രയാണ് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. ദ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഇസ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓറൽ ആയിരുന്നു, അതായത് വെർബൽ. ഇനി റിട്ടേൺ ആണെങ്കിൽ എങ്ങനെയെന്നാണ്. ദ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ മീൻസ് സെൻഡിങ് ഓഫ് ദ മെസ്സേജസ്, ഓർഡേഴ്സ് or instructions in a writing through the letters, circular, manuals, reports and office memos etc. ഇത് റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ലെറ്റേഴ്സ് ആയിരിക്കാം, മെമ്മോസ് അതായത് മെമ്മോറണ്ടം, അത് കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഇപ്പോൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് മെമ്മോ ആയിട്ട് നമ്മൾ വേറെ കമ്പനികൾക്ക് അത് സെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് മെമ്മോസ്. നോട്ടീസ്, സർക്കുലർ പ്രൊവൈഡ് ചെയ്യുക, റിപ്പോർട്ട്സ്, മിനിറ്റ്സ്. മിനിറ്റ്സ് മീൻസ് ഇപ്പോൾ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൻ്റെ കൺക്ലൂഷൻ നമ്മളത് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അതിനാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എന്തൊക്കെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് നോക്കാം. അത് പോസിറ്റീവ് സൈഡ്സ്. പെർമനൻറ്റ് റെക്കോർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതോറിറ്റീവ് ഡോക്യുമെൻ്റ് ആണ്, അതായത് നമുക്ക് റിട്ടേൺ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എവിഡൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അക്യുറസി, അതായത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അത് അക്യുറേറ്റ് ലെവലായിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ലീഗൽ ഡോക്യുമെൻറ്റ്, കാരണം നമ്മളിപ്പോൾ ഒരു മെമ്മോസ് അല്ലെങ്കിൽ നോട്ടീസ്, ഇപ്പോൾ UGC എന്നൊക്കെ വരുന്ന ഓരോ നോട്ടീസുകളൊക്കെ എന്താണ് ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ദ ഈസി അണ്ടർസ്റ്റാൻഡിങ്. നമുക്കത് റിട്ടേൺ ആയതുകൊണ്ട് തന്നെ വായിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, നമുക്കത് റീഡ് ചെയ്യാം, അഗെയിൻ നമുക്കത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത് അതുവരെ നമുക്കത് വായിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. The written communication is suitable for the long distance communication and repetitive standing orders. ഇപ്പോൾ നമുക്ക് എല്ലാം വരെ മുന്നിൽ വെച്ച് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, അതായത് നമുക്ക് ഏതെങ്കിലും നോട്ടീസ് ഇറക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും, അതായത് ലോങ് ഡിസ്റ്റൻസിലുള്ള ഓഡിയൻസിനോ അല്ലെങ്കിൽ ക്ലയൻസിനോ വർക്കേഴ്സിനോ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. നമുക്ക് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് among the people, എംപ്ലോയീസിൻ്റെ ഇടയിൽ നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് ദ സ്യൂട്ടബിൾ ഫോർ ദ ലോങ് മെസ്സേജസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓറൽ ആണെങ്കിൽ 15-30 മിനിറ്റ്സിൽ നമുക്കത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ബട്ട് വലിയൊരു ലോങ് മെസ്സേജസ് ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണ്? റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ദ ലെസ് പോസിബിലിറ്റി ഓഫ് ഡിസ്ട്രാക്ഷൻ. നമുക്ക് ഒരിക്കലും ഡൈവേർട്ട് ചെയ്ത് പോകുമോ നമുക്കൊന്നുമില്ല. നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ടൈം കൺസ്യൂമിങ്. കാരണം അത്രയും വായിച്ച് അല്ലെങ്കിൽ ചില വായിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമതും വായിച്ചിട്ട് വേണം നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. സോ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. നെക്സ്റ്റ് എക്സ്പെൻസീവ്. കാരണം എന്താണ്, നോട്ടീസ് അടിക്കുകയാണെങ്കിൽ നോട്ടീസ് ആണെങ്കിൽ നോട്ടീസ്, മെമ്മോ ആണെങ്കിൽ മെമ്മോ, ലെറ്റേഴ്സ് ആണെങ്കിൽ ലെറ്റർ, ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. നോ സീക്രസി. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പേരോട് മാത്രം കൺവേ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ, അപ്പോൾ അത് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നു. ഇൻ കേസ് അത് ലീക്കായി പോവുകയാണെങ്കിൽ ബാക്കി നമ്മൾ വിചാരിക്കാത്ത ഏതെങ്കിലും യൂസേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവർ നമ്മുടെ ഓതൻറ്റിസിറ്റി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ വി ക്യാൻ നോട്ട് മെയിൻറ്റെയിൻ ദ സീക്രസി. നോ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്. നമ്മൾ വായിക്കാൻ മാത്രമേ ഉള്ളൂ അല്ല, ഇനി നമുക്കതിന് റിപ്ലൈ കിട്ടണമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതാണ് നോട്ട് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്. ഇൻ കേസ് നമ്മൾ ഓറൽ ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ കമൻസ് അവൈലബിൾ ആണ്, ഫീഡ്ബാക്ക് അവൈലബിൾ ആണ്. ലെസ് ഫ്ലെക്സിബിലിറ്റി. കാരണം നമുക്ക് അതിനനുസരിച്ച് വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാര്യം നല്ല രീതിയിൽ കൺവേ ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് ഫ്ലെക്സിബിൾ. നെക്സ്റ്റ് ദ ലാക്ക് ഓഫ് ദ പേഴ്സണൽ ടച്ച്. ഇൻ ദ കേസ് ഓഫ് ദ ഓറൽ ആണെങ്കിൽ നമുക്ക് പേഴ്സണലി നമ്മളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ല, ഒരു പേഴ്സണൽ ടച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ദ റിട്ടേൺ, ജസ്റ്റ് റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്, അവിടെ നമുക്കൊരു പേഴ്സണൽ ടച്ചോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ അവിടെ നടക്കുന്നില്ല. ലാസ്റ്റ് വൺ, അൺസ്യൂട്ടബിൾ ഫോർ ദി ലിറ്ററേറ്റ് പീപ്പിൾ. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷനുള്ള അല്ലെങ്കിൽ ലിറ്ററേറ്റുള്ള വ്യക്തികളായിരിക്കില്ല. അപ്പോൾ നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നതെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലിറ്ററേറ്റ് പീപ്പിൾ. ആൻഡ് ലാസ്റ്റ് വൺ, ദ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഡിജിറ്റലൈസ് ചെയ്യാണ് ത്രൂ ദ ഇൻ്റർനെറ്റ്. നമ്മളെപ്പോഴും എന്താണ് ഇപ്പോൾ എല്ലാം ഡിജിറ്റലാണ്. ഫാക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓവർ ദ ഇൻ്റർനെറ്റ്. The digital communication is any exchange of data that transmit the data in the form of digital. For example, the communication done through the internet is a form of the digital communication.
നമുക്കിപ്പോൾ ഡിജിറ്റലൈസ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇവൺ ഒരു ഓർഗനൈസേഷനിലടക്കം ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഡ്യൂറിങ് ദ കൊറോണ എന്താണ് എല്ലാവരും വീട്ടിലിരുന്ന് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ ആസ് എ പ്രൊഫഷൻ. 3 ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഓറൽ, അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ആൻഡ് സെക്കൻഡ് വൺ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയായിരിക്കണം വെർബൽ കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം, എന്തൊക്കെ സ്കില്ലുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് റിട്ടേൺ ഫോംസിൽ ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ലെറ്റേഴ്സ്, മെമോസ്, നോട്ടീസ്, റിപ്പോർട്ട്സ്, മിനിറ്റ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ആൻഡ് ലാസ്റ്റ് വൺ ദ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇത് പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.